ദുബായ് നിവാസികൾക്ക് ആശ്വാസവുമായി മെട്രോയുടെ ബ്ലൂ ലൈൻ വരുന്നു. ബ്ലൂ ലൈൻ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുന്ന ദിവസം പ്രഖ്യാപിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണം 2025 ഏപ്രിലിൽ ആരംഭിക്കും. 2029 സെപ്റ്റംബർ 9-നായിരിക്കും ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈനിലൂടെ ട്രെയിനുകൾ ഓടിത്തുടങ്ങുക. 20.9 ബില്യൺ ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന പാതയുടെ നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ ആരംഭിക്കുമെന്ന് RTA ചെയർമാൻ മാത്തർ അൽ തായർ അറിയിച്ചു. മപ്പ, ലിമാക്, CRCC എന്നീ 3 കമ്പനികൾക്കാണ് നിർമ്മാണ ചുമതല. മിർദിഫ്, അൽവർക്ക, ഇന്റർനാഷണൽ സിറ്റി, സിലിക്കൺ ഒയാസിസ്, അക്കാദമിക് സിറ്റി, ദുബായ് ക്രീക്ക് ഹാർബർ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി തുടങ്ങിയ 9 പ്രധാന മേഖലകളെ ബന്ധിപ്പിച്ചാകും ബ്ലൂ ലൈൻ കടന്നു പോവുക. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് പുതിയ പാത. New communities. This communities is growing rapidly in terms of population, in terms of traffic demands and so on. So this is will provide a proper extension of the current network. 14 സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിലുള്ളത്. 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 28 ട്രെയിനുകൾ സർവീസ് നടത്തും. ബ്ലൂ ലൈൻ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഗതാഗത തിരക്ക് 20% കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 2009 സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയാണ്. 89.3 കിലോമീറ്ററാണ് ദൈർഘ്യം. നിലവിൽ മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലുള്ള 53 സ്റ്റേഷനുകളിലൂടെ 129 ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ജനം, ദുബായ്.